ിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ പാരൻറ്റിങ് സ്റ്റൈലുകൾ എങ്ങനെയാണ് കുട്ടിയെ പാരൻറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പാരൻറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതൊക്കെ അനുസരിച്ച് ആ ഒരു കാരണം കൊണ്ട് തന്നെ മോശം രീതിയിൽ പാരൻറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്തത് കാരണം കുട്ടിയുടെ വെൽബീയിങ്ങിനെ, കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെയധികം ബാധിക്കുകയും പിന്നീടുള്ള ജീവിതത്തിൽ തന്നെ അത് വലിയൊരു കരടായിട്ട് അല്ലെങ്കിൽ മുറിവായിട്ട് ഇരിക്കാനും കാരണമാവുന്നു. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ടോക്സിക് പാരൻറ്റിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ പൊതുവിൽ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ടോക്സിക് പാരൻറ്റിങ് എന്താണ്, അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറേയൊക്കെ അറിയായിരിക്കും. ഓൾറെഡി ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ രണ്ട് വശങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പാരൻറ്റിങ് ഉണ്ട്, ശരിയായ പാരൻറ്റിങ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പാരൻറ്റിങ് ഉണ്ട്, അതിലും പ്രശ്നങ്ങളുണ്ട്, അതിലും ടോക്സിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സംസാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം ആൻഡ് ഹ്യൂമിലിയേഷൻ, എപ്പോഴും കുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അയാളെ പൂർണ്ണമായിട്ടും കളിയാക്കുന്ന രീതിയിൽ പെരുമാറുക. ഇത്തരത്തിൽ കുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അവനെ കളിയാക്കുന്നതും വളരെയധികം കുട്ടിയുടെ സെൽഫ് വർത്ത്, അവൻ്റെ ഉള്ളിൽ അവനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറാനും, നാളെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഞാനൊരു എന്താ പറയുന്നത്, ലൈഫിൽ അങ്ങനെ സക്സസ്ഫുൾ ആകാൻ കഴിവുള്ളൊരു വ്യക്തി അല്ല എന്ന വിശ്വാസം അവൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുകയും അതവൻ്റെ സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് കോൺഫിഡൻസിനെയൊക്കെ വളരെയധികം ബാധിക്കാനും കാരണമാകുന്നുണ്ട്. ഇതിനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവൻ അല്ലെങ്കിൽ അവൾ, നമുക്ക് ഏത് കുട്ടി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, നമുക്ക് ഏത് തരത്തിലുള്ള കുട്ടിയാണെങ്കിലും നമുക്ക്, അപ്പോൾ അതിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അച്ഛൻ അവൻ്റെ മകനെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിത്തത്തിൽ മാർക്ക് കുറയുന്ന കാര്യത്തിൽ. നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ നീ കൃത്യമായിട്ട് ആ മാർക്ക്, ഇത്രയും മാർക്ക് നീ മേടിക്കണമായിരുന്നു, എന്നാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ, അത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഈ കുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും അവനെ നിരന്തരമായിട്ട് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യത്തിലെങ്കിലും മാർക്ക് വാങ്ങുന്ന കാര്യത്തിൽ കുറവ് വരുമ്പോൾ എപ്പോഴും അവനെ കളിയാക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കുട്ടിക്കെതിരെ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് വളരെയധികം ആങ്സൈറ്റി ഉള്ളിലുണ്ടാവുകയും സെൽഫ് വർത്ത് കുറയുകയും, നാളെ ഈ പറയുന്ന അവൻ അല്ലെങ്കിൽ അവൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചുരുങ്ങിപ്പോവുകയും അവരുടെ കോൺഫിഡൻസ് തീരെ കുറയുകയും അവരുടെ മാനസികമായിട്ടുള്ള വെൽബീയിങ്ങിനെ തന്നെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യും. ഈ ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ സൈനാണ് കണ്ടീഷണൽ ലവ്. കണ്ടീഷണൽ ലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് സ്നേഹം കൊടുക്കാതിരിക്കുക, അയാൾ ആ കുട്ടി താൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് കുട്ടിക്ക് സ്നേഹം കൊടുക്കാതെ ആ സ്നേഹം പിടിച്ചു വെച്ചിരിക്കുക ഒരു സമയത്തേക്ക്, അല്ലെങ്കിൽ ഇന്ന കാരണം നീ അച്ചീവ് ചെയ്താൽ മാത്രമേ, ഇന്ന ഒരു കാര്യം നീ നേട്ടം ഉണ്ടാക്കിയാൽ മാത്രമേ നിന്നെ ഞാൻ സ്നേഹിക്കൂ എന്ന രീതിയിലുള്ള പെരുമാറ്റം കുട്ടിയോടുള്ള പാരൻറ്റിങ്. ഇത്തരത്തിലൊരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് സ്നേഹം കൊടുക്കാതിരിക്കുന്നത് ഒരു തരത്തിൽ ഇമോഷണൽ മാനിപ്പുലേഷനാണ്. അത് ഒരിക്കലും ഒരു കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ കുഞ്ഞാണല്ലോ ഈ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് ആ കുട്ടിയോട് ഇടപഴകേണ്ടത്. സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രായമാണ് ഒരു കുട്ടി ആയിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട് എന്നിരിക്കെ തന്നെ കുട്ടിയോട് ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുന്നത് ആ കുട്ടിയിൽ വളരെയധികം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. കുട്ടി നിങ്ങളെ മിമിക് ചെയ്താണല്ലോ പഠിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി നിങ്ങളെ റെസിപ്രോക്കേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. നിങ്ങളെ നോക്കിയാണ് കുട്ടി പഠിക്കുന്നത്, അച്ഛന്മാരെ നോക്കി, മാതാപിതാക്കളെ നോക്കിയാണ് മക്കൾ പഠിക്കുന്നതെന്ന് പറയുന്നത് എക്സാക്ട്ലി വളരെ ശരിയാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള ടഫ് ലവ് കൊടുക്കുമ്പോൾ, ആ രീതിയിലുള്ള കണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുക്കുമ്പോൾ, ഈ കുട്ടിയും നാളെ അയാളുടെ ജീവിതത്തിൽ അത് തന്നെ കാണിക്കും. ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരോട് പെരുമാറാനേ അവന് കഴിയുന്നുണ്ടാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലായിട്ടുള്ള കണ്ടീഷണൽ ലവ് കാണിക്കുന്നത് ആ കുട്ടിയിൽ വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കാനും കാരണമാകും. കാരണം നിങ്ങൾ പണിഷ്മെൻ്റായിട്ട് ഇതുപോലെ സ്നേഹം കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന അവന് വേണ്ട ഇമോഷണൽ ആയിട്ടുള്ള കെയർ അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാതിരിക്കുമ്പോൾ വളരെയധികം ആങ്സൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും ആ കുട്ടിയിൽ ജനറേറ്റ് ചെയ്യും. ഇത് ഫ്യൂച്ചറിൽ
കുട്ടി അഡൾട്ട് ആകുമ്പോൾ പോലും ഈ കാര്യങ്ങൾ പെർസിസ്റ്റ് ചെയ്യാനും മറ്റുള്ള ബന്ധങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ മറ്റുള്ളവരോട് വെക്കാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയാത്ത രീതിയിൽ അവൻ മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വളരെ വലിയ ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം ഇമോഷണൽ നെഗ്ലക്റ്റ് ആണ്. ഒരു കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ, അവൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ് മെറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവനോട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിച്ചത് എന്ന് സ്നേഹത്തോടെ ഓപ്പണായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ഇമോഷണൽ നെഗ്ലക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് ഒട്ടും ചെയ്യാതിരിക്കുക, ആ കാര്യത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അതൊരിക്കലും ആ കുട്ടിക്ക് അവൈലബിൾ ആക്കാതിരിക്കുക. അവൻ്റെ നീഡാണത്. അവൻ്റെ നീഡ്സ് മെറ്റ് ചെയ്യാതെ വരുമ്പോൾ, അവന് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഉള്ളിൽ അതിൻ്റേതായിട്ടുള്ള ഐസൊലേഷനും ആ ഒരു ഒറ്റപ്പെടൽ, ഏകാന്തത എന്നുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അവനല്ലെങ്കിൽ അവൾ, ഏത് കുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാതിരിക്കുന്നത് ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഒരു സൈനാണ്. ടോക്സിക് പാരൻറ്റിങ്ങിലെ നാലാമത്തെ റെഡ് ഫ്ലാഗ് ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഓവർ കൺട്രോളിങ് ബിഹേവിയർ. ഈ ഓവർ കൺട്രോളിങ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞ് ഇന്ന രീതിയിലാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ആ രീതിയിലെല്ലാം കുട്ടിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഓവർ കൺട്രോളിങ് ബിഹേവിയർ. ഓവർ കൺട്രോളിങ് ബിഹേവിയർ ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു കാര്യമാണ്. ഈ ഓവർ കൺട്രോളിങ് ബിഹേവിയർ എന്ത് കുഴപ്പമാണ് കുട്ടിയിൽ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അവൻ്റെ ഓട്ടോണോമിയസ് ആയിട്ടുള്ള ലൈഫ്, അതായത് സ്വയം പര്യാപ്തമായിട്ട് അവന് പെരുമാറാനും അവൻ ഇടപഴകാനും മറ്റുള്ളവരോട് കാര്യങ്ങൾ ചെയ്യാനും, അല്ലെങ്കിൽ ഒരു ബന്ധം ഒരു കുട്ടി മറ്റുള്ളവരോട് ഉണ്ടാക്കണമെങ്കിൽ ആ കുട്ടിയാണല്ലോ അതിൽ തീരുമാനം എടുക്കേണ്ടതും അവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും. അല്ലെങ്കിൽ ഭാവിയിൽ അവനൊരു പാർട്ണറിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പോയി ഡിസിഷൻസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളല്ലല്ലോ അവിടെ കൺട്രോൾ ബീയിങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഓവർ കൺട്രോളിങ് ബിഹേവിയർ ഒരു കുട്ടിയുടെ മേളിൽ കൊടുക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ഓവർ കൺട്രോളിങ് ബിഹേവിയർ കൊടുക്കുന്നത് ടോക്സിക് പാരൻറ്റിംഗ് ആണ്. ഞാനിതൊക്കെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ കൂടെ പരിഗണിച്ച് തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ, പക്ഷേ എന്നിരുന്നാലും ഈ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ ഒരു കൗമാരം, അത് കഴിഞ്ഞിട്ട് അഡൾട്ട്ഹുഡ് വരെയുള്ള കാലത്ത് തന്നെ ഈ ഒരു സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കുട്ടിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്ത് തരത്തിലുള്ള വ്യക്തിയാണ് ഞാൻ, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ പ്രിഫറൻസുകൾ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഏത് തരത്തിലാണ് നാളെ ആയി മാറേണ്ടത്, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള കഴിവും അവരുടെ സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഉണ്ടായി വരുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നുമാണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ ഇതിലൊരു മേജർ ഫാക്ടർ പാരൻസ് ആണ് വഹിക്കുന്നത്. കാരണം പാരൻസിനെ കണ്ട് വളരുന്ന കുട്ടികൾ, അവരുടെ ബിഹേവിയർ കണ്ട് ശീലിക്കുന്ന കുട്ടികൾ, അവർക്ക് ഈ പാരൻസിന് കുട്ടിയോടുള്ള ബിഹേവിയർ കണ്ടിട്ടാണ് കുട്ടി പഠിക്കുന്നത് മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണോ. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയില്ല. പരിഷ്കാരങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ പൈസ കൊണ്ട് വാങ്ങിക്കൂട്ടുന്നതല്ല, സ്വന്തം മനസ്സിലും അല്ല അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിലും സ്വന്തം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്ന അറിവുകളിലൂടെയാണ്. കൃത്യമായിട്ടുള്ള അറിവുകൾ നേടുകയും അവയർനെസ് കൃത്യമായിട്ട് ലൈഫിൽ ഉണ്ടായിക്കൊണ്ട് വരികയും ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. റൈറ്റ് പാരൻറ്റിങ്ങും ശരിയായിട്ടുള്ള പാരൻറ്റിങ്ങും ചെയ്യുന്ന ആൾക്കാർ, വളരെ നല്ല പാരൻറ്റിങ് കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നവരും മിസ്റ്റേക്ക് വരുത്തുന്നവരാണ്. പക്ഷേ മിസ്റ്റേക്ക് വരുത്തുമ്പോഴും അടുത്ത തവണ തിരുത്താനുള്ളൊരു മനസ്സും അടുത്ത തവണ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ചിന്തയും അത് ഇമ്പ്രൂവ് ചെയ്യുന്നതും ആണ് പാരൻറ്റിങ്ങിൽ ഒരു വിജയമാകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ആൺകുട്ടിയുടെ എക്സാമ്പിളാണ് പറയുന്നത്, ഞാനൊരു പെൺകുട്ടിയുടെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടി, അവരുടെ അവരുടെ അമ്മ നിരന്തരമായിട്ട് ഈ പെൺകുട്ടിയെ തൊട്ടടുത്ത അവരുടെ ഫ്രണ്ടിൻ്റെ മോളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റ് റിലേറ്റീവ്സിൻ്റെ ഒരു മോള് അല്ലെങ്കിൽ അവരുടെ ഒരു കുട്ടി ആയിട്ട് കമ്പയർ ചെയ്ത് എപ്പോഴും കമ്പയർ ചെയ്താണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ കമ്പയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഈ കുട്ടിയുടെ സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യം ഇല്ലാതാവുകയും അവർക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ പോലും ഡെവലപ്പ് ചെയ്ത് വരാൻ
ഉള്ളൊരു സ്പേസ് ഇല്ലാത്തൊരവസ്ഥ, ഒരു ബൗണ്ടറി അവർക്ക് കൊടുക്കാത്ത ഒരവസ്ഥ. അത് ഈ ബൗണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു മുറിക്കകത്ത് നിന്നും അപ്പുറത്തെ മുറിക്ക് കൊണ്ടാക്കുക എന്നുള്ളതല്ല ബൗണ്ടറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ബൗണ്ടറി എന്നുള്ളതാണ്. അല്ല ആ വ്യക്തിക്ക് പേഴ്സണലായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അതുപോലും കിട്ടാതാകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് തന്നെ വളരെയധികം ബാധിക്കുകയും അവർ നാളെ ജീവിതത്തിൽ വളരെയധികം ആങ്സൈറ്റിയും ടെൻഷനും ഡിപ്രഷനും അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഞാനിത് നോർമലായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ADHD ഉള്ള, ഡിസ്ലെക്സിയ ഉള്ള, ഓട്ടിസം ഉള്ള കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും ഡയഗ്നോസ് ചെയ്യപ്പെടാതെ വളർന്നു വരുന്ന കുട്ടികളിൽ ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ് കിട്ടുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടാണ് ഈ കുട്ടി അനുഭവിക്കേണ്ടി വരുന്നത്. അവരുടെ അഡൾട്ട്ഹുഡ് വരെയൊക്കെ നിലനിൽക്കുന്ന അസുഖങ്ങളാണ് ഈ പറയുന്നത് പലതും. അപ്പോൾ ഇത് മാത്രമല്ല, അനവധി പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവാറുണ്ട് ചൈൽഡ്ഹുഡിൽ. അപ്പോൾ ഇതൊന്നും ഡയഗ്നോസ് ചെയ്യപ്പെടാതിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള പാരൻറ്റിങ് കൂടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും കുട്ടി എത്തിപ്പെടുക. പിന്നെ ഇതിൻ്റെ വേറൊരു തലമാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പോഴത്തെ പാരൻസിനോടാണ് ഞാൻ പറയുന്നത്. കറൻ്റ്ലി പാരൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പാരൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ ഈ നമുക്ക് മുന്നുള്ള ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് പാരൻറ്റിങ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അവരുടെ അറിവില്ലായ്മ കൊണ്ടും ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊന്നും അവർക്കില്ലാതിരുന്നതുകൊണ്ടും അത്തരത്തിലുള്ള അവയർനെസ് അവരിലേക്ക് കൊടുക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടതുകൊണ്ടും അത്തരത്തിലുള്ള സിസ്റ്റം നമുക്കുണ്ടായിരുന്നതുകൊണ്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കറൻ്റ്ലി പാരൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് പോലെ വലിയൊരു സൗകര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് അറിവുകൾ നേടാനും ആ അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് ചേഞ്ച് അവനവനിൽ തന്നെ വരുത്താനും പറ്റുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ പാരൻസായിരിക്കുന്ന ആൾക്കാർ, അപ്പം പലരും ഇതുപോലെ വേണമെന്ന് വെച്ച് പാരൻസ് ആയ ആൾക്കാർ ഉണ്ടാവും, അല്ലാതെ പാരൻസ് ആയിപ്പോയ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് കുട്ടിയെ അനുഭവിക്കരുത് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ എല്ലാം ഉള്ളിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരരുത്, എൻ്റെ പാരൻസ് എന്നെ വളർത്തിയ പോലെ എൻ്റെ കുട്ടിയെ ഞാൻ വളർത്തില്ല, അവനൊരു കുറവും ഉണ്ടാകാൻ പാടില്ല, അവൻ എന്താഗ്രഹിക്കുന്നോ അതിനെല്ലാം കൂടെ ഞാൻ നിൽക്കും, അവൻ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ പൈസ മൊത്തം അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കും, അവൻ എത്രയാണോ അവനൊരു കുറവും ഞാൻ വരുത്തുകയില്ല. കാരണം നാളെ അവൻ വളർന്നു വലുതാകുമ്പോൾ അവൻ എന്നെ പഴിക്കരുത്, എൻ്റെ പാരൻസിനെ ഞാൻ പഴിച്ചതുപോലെ, അല്ലെങ്കിൽ അത്തരത്തിൽ എൻ്റെ മക്കൾ എന്നെ പഴിക്കാൻ പാടില്ല. ഇത്തരത്തിലാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന പാരൻസിനെ നല്ല പാരൻസ് എന്നും വിളിക്കാറുണ്ട്. എക്സ്ട്രീമായിട്ട് അവർക്ക് സ്നേഹം കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുക, അവർ തീരുമാനിച്ച കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുക. ഇതും ടോക്സിക് പാരൻറ്റിംഗ് ആണ്. കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ 90% ആൾക്കാരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതാണ് ശരിയായ പാരൻറ്റിങ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതല്ല ശരിയായ പാരൻറ്റിങ്. ശരിയായ പാരൻറ്റിങ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇതെന്തുകൊണ്ടാണ് ടോക്സിക് പാരൻറ്റിങ് ആവുന്നത് എന്ന് ഞാൻ പറയാം. നമ്മളെപ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ളത്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് എയ്തർ ബ്ലാക്ക് ഓർ എയ്തർ വൈറ്റ് എന്നുള്ള രീതിയിലാണ്. അല്ല, അത്രയും എക്സ്ട്രീമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എക്സ്ട്രീമായിട്ട് നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ പോസിറ്റിവിറ്റി, ടോക്സിക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി, ടോക്സിക് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ പാരൻറ്റിങ്ങും ടോക്സിക് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു മോളുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യം എന്ന് പറയുന്നത് IAS ആവാനാണ്. അപ്പോൾ IAS ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന കുട്ടിയോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആ കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അത് IAS ആവാൻ എത്ര എളുപ്പമാണോ, നിനക്ക് 100% ഉറപ്പാണ് നീ IAS ആവുമെന്ന്. അപ്പോൾ അത് ഒരു കൊച്ചു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നു, ഞാൻ എന്തായാലും IAS ആവും, ഞാൻ എത്ര ടെസ്റ്റ് എഴുതേണ്ടി വന്നാലും എന്തൊക്കെ പോയാലും ഞാൻ IAS ആവും, ഉറപ്പാണ്, ഞാൻ നാളെ ഇതാകും. അപ്പോൾ ആ കുട്ടി പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് നാളെ ഒരു IAS ആകും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്, ഓക്കെ IAS ആയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിനക്കൊരു പക്ഷേ IAS ആകാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ടാവുമല്ലോ ഒരു
സ്ഥാനത്ത് എത്താൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക്. അപ്പോൾ അത്തരത്തിൽ ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ചധികം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടിയുടെ പാരൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ ഒന്നും ഉണ്ടായിരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്, വെറുതെ അവൾക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ട്, അവൾക്ക് നല്ല അവർ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയല്ലേ, അവൾ പോസിറ്റീവായിട്ടിരിക്കുകയല്ലേ, അവളത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയല്ലേ, ഞാനാണെങ്കിൽ എന്ത് പൈസയും അവൾക്ക് വേണ്ടി മുടക്കാൻ തയ്യാറാണ് ഈ ഒരു IAS കാര്യം. എനിക്ക് വളരെ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പി പ്രൗഡായിട്ടുള്ളൊരു പാരൻ്റാണ് എൻ്റെ മകൾ ഇങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര ഒരു ലക്ഷ്യബോധമുള്ളൊരു കുട്ടിയായതിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിൽ അതിനെ നല്ല പാരൻറ്റിങ് എന്നാണ് എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. അതല്ല നല്ല പാരൻറ്റിങ്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു IAS എക്സാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്സാം ആണെങ്കിലും ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ക്രാക്കിംഗ് അതൊരു കുട്ടിക്ക് എത്രത്തോളമാണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ലൈക്ക് നമ്മുടെ വിദ്യാഭ്യാസ കച്ചവടം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ കാര്യമൊക്കെ ഈ തൊട്ടടുത്ത് തന്നെ ചർച്ചയിൽ വന്നൊരു കാര്യമാണ്. അതായത് ഈ ഒരു വിദ്യാഭ്യാസ കുംഭകോണം നടക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഈ കുട്ടി നാളെ പഠിക്കാനായിട്ട് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഏത് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഏത് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത് അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണെങ്കിലും വർഷങ്ങളായിട്ട് 4-5 വർഷം അതിന് പരിശ്രമിച്ച് പരാജയപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോയ, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം നഷ്ടങ്ങളിലേക്ക് പോയ, പരാജയം എന്ന് പറയുന്ന കാര്യം ഡിപ്രഷനായിട്ടാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പരാജയം എന്നൊന്നില്ല, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെയധികം നഷ്ടപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞ ഒരുപാടധികം വ്യക്തികളുണ്ട് ഓരോ എക്സാമിനും. അപ്പോൾ ഈ വ്യക്തികളെ ഒന്നും കാണിക്കാതെ, ഈ വ്യക്തികളെക്കുറിച്ചൊന്നും പറയാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് ലൈക്ക് മുകളിൽ ഈ IAS എക്സാം എഴുതി വന്ന 2, 3, 4, 5, 6 അല്ലെങ്കിൽ ഒരു 10 പേര് എടുക്കുക. ഈ ഒരു 10,000 പേരിൽ വന്ന 10 പേരെ മാത്രം കാണിച്ചുകൊണ്ട് നിനക്കതിലെത്താൻ പറ്റുമെന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വേ ഓഫ് അപ്രോച്ചാണ്. അങ്ങനെയല്ല ഒരു കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലെ മുതലേ ഈ ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ, വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കി വളർത്തുന്നതാണ് ശരിയായ പാരൻറ്റിങ്. എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് എന്നുള്ള രീതിയിലല്ല, എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് ഓക്കെ ഇനി ഈ ഒരു ഇതിന് എക്സാമിന് ഞാൻ പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വരും. ഓക്കെ, ഒരുപാട് പേർ ഈ എക്സാം എഴുതിയിട്ട് ഇന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പറ്റാതെ പോയിട്ടുണ്ട്, അവർക്ക് ഇത്രയധികം വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ആ പാരൻറ്റിൻ്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെയാണ് പാരൻ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. ഞാനാണ് ആ പാരൻറ്റിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പറയും, ഓക്കെ ഈ ഒരു എക്സാം, നീ പറയുന്ന പൊസിഷനിലേക്കുള്ള എക്സാം പാസ്സാവാൻ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ എക്സാം നിന്നെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അക്കാഡമികൾ കൂണുപോലെ മുളച്ച് പൊന്തി മനുഷ്യരുടെ കാശ് പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ഇതുപോലെ അക്കാഡമികൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്തരം അക്കാഡമികളെക്കുറിച്ചും ഇവർ കാണിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഒക്കെ ഈ കുട്ടിയെ ഞാൻ മനസ്സിലാക്കി കൊടുക്കും, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പം നിങ്ങൾ ഇപ്പം പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം, അവർ പറയാറുണ്ട് കുട്ടികളോട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ പോകുമ്പോൾ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്നത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് കുട്ടിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇപ്പോൾ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്. അവരെന്താണ് പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും നാളെ തെറ്റായിട്ടുള്ള അല്ലാത്ത ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് വരാനായിട്ട് കുട്ടിയെ മനസ്സിലാക്കിക്കാനാണ് അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെന്ന് അവർ പറയുന്നത്. അപ്പം ഞാൻ അവരുടെ ഭാഗത്തായിരുന്നെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ആ കുട്ടിയെ ഇതെല്ലാം കാണിച്ചു കൊടുക്കും. അതായത് പരാജയപ്പെട്ടു പോയ എത്രയധികം മനുഷ്യരുണ്ടെന്ന് കാണിച്ചു കൊടുക്കും. എൻ്റെ അവനോട് പറയും അല്ലെങ്കിൽ അവളോട് പറയും, ഇത്ര ആൾക്കാരാണ് ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നത്, ഇത്ര ആൾക്കാർ, ഇത്ര ശതമാനം പേർ എക്സാം എഴുതിയതിൽ ഇത്ര ശതമാനം പേർ വിജയിച്ചു, ഇത്ര ശതമാനം പേർ പരാജയപ്പെട്ടു, ഇത്ര ശതമാനം പേർ മോശമായിട്ടുള്ള ഇതുപോലെ വിദ്യാഭ്യാസം കച്ചവടമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിപ്പെട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലാത്തവർ പിന്നെയും റിപ്പീറ്റഡായിട്ട് എഴുതി കിട്ടാതെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള ഇതാണ് ലൈക്ക് ഇൻട്രസ്റ്റുകളാണ്. ഇപ്പം നിൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് വളരെ പ്രായോഗികമായിട്ട്, അതായത് കുട്ടിയെ മനസ്സിലാക്കിച്ച് കൊടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. കുട്ടിയോട് പറയുകയല്ല പ്രായോഗികമായിട്ട് ചിന്തിക്കണം എന്നുള്ളത്,
അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇനി നിനക്ക് തീരുമാനമെടുക്കാം, ഇനി നിനക്ക് ഡിസിഷൻ എടുക്കാമെന്ന് പറയുക എന്നുള്ളതാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം കാണിച്ചുകൊണ്ട് വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കുട്ടിയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക അവിടെ. അങ്ങനെ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഈ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള കഴിവുകൾ കുട്ടിയിൽ ഉണ്ടാക്കാനായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക, അത് ശരിയാണോ, ഇത് ശരിയാണോ. ഇപ്പം നമ്മൾ തന്നെ വീഡിയോസിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതാണല്ലോ. അതായത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതാണ് ശരി എന്ന് പറയുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിക്കായിട്ട് സൈക്കോളജിയുടെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ബയാസുകളുണ്ടല്ലോ, കൺഫർമേഷൻ ബയാസ് തുടങ്ങി കുറച്ച് ബയാസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു ബയാസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുക എന്നുള്ളതിനെയാണ് കൺഫർമേഷൻ ബയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നോക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന അല്ലെങ്കിൽ അത് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുകയില്ല. കാരണം അത് ഈ കൺഫർമേഷൻ ബയാസ് കാരണമാണ്. ഇത് സൈക്കോളജിയിലെ 13 ബയാസുകളുള്ളതിൽ ഒരു ബയാസാണ് കൺഫർമേഷൻ ബയാസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗൂഗിൾ എടുത്തിട്ട് കൺഫർമേഷൻ ബയാസസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആർട്ടിക്കിളുകൾ ഒരുപാട് വരും. അതെടുത്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ തന്നെ വായിച്ച് പഠിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ ആർട്ടിക്കിൾസും ഉണ്ട്. നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ സൈക്കോളജിക്കൽ ബയാസസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ, നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയറായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുട്ടി ആ കാര്യത്തിൽ അവെയർ ആയിരിക്കുള്ളൂ. കാരണം കുട്ടി നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്, കുട്ടി നിങ്ങളെ റെസിപ്രോക്കേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. നിങ്ങളത് ചെയ്യുന്നില്ല, പക്ഷേ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇങ്ങനെ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല ഒരിക്കലും. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പാളിച്ച പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കും വലിയ എന്തെങ്കിലും കാര്യം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പാരൻസിന് സമയമില്ലല്ലോ. എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും അവനവൻ്റെ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഓട്ടത്തിലാണല്ലോ. നമ്മൾ ഭയങ്കര ഓട്ടത്തിലാണ്, ഭയങ്കര തിരക്കിലൂടെ ഓട്ടത്തിൽ. ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിയുടെ നല്ല പാരൻറ്റിങ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന പൈസ എത്രയും കൊണ്ടുവന്ന് ഇവന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതും വാങ്ങിക്കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് ഇതൊക്കെ നീ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് നീ ഇതൊക്കെ ആണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പാരൻറ്റിന് അതറിയാം, അല്ലെങ്കിൽ എൻ്റെ പാരൻറ്റിന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എൻ്റെ പാരൻ്റ് അത് ചെയ്യുന്നുണ്ട് എന്ന് വളരെയധികം ബോധ്യമുള്ള ആളാണ് കുട്ടി. നിങ്ങളെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളുടെ കുട്ടി. നിങ്ങളുടെ കുട്ടിയുടെ കഴിവിനെ, അവൻ്റെ തലച്ചോറിനെ, അവൻ്റെ അബിലിറ്റീസിനെ വില കുറച്ച് കാണരുത്. അവൻ നിങ്ങളെക്കാളും മിടുക്കനായിട്ടുള്ള ആളാണ്. അടുത്ത തലമുറയിലേക്ക് വേണ്ടി വളർന്നു വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ അതിൻ്റെതായിട്ടുള്ള കഴിവുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുട്ടി നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളിൽ അബിലിറ്റി ഉണ്ടോ, നിങ്ങൾ ചേഞ്ച് ആവുന്നുണ്ടോ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു കുട്ടിയെ റേസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഈ പാരൻറ്റിങ് അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്ന കാര്യത്തിൽ ചേർത്ത് വെക്കണമെന്ന് തോന്നി. ഇനി എങ്ങനെയാണ് റൈറ്റായിട്ട് പാരൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ടും ആ കുട്ടിയെ അടക്കി വെച്ച് അവന് കൊടുക്കാനുള്ള ഒന്നും കൊടുക്കാതെ ടോക്സിക്കായിട്ട് നാർസിസ്റ്റിക്കായിട്ട് അവനെ പാരൻറ്റ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് എക്സ്ട്രീം ലവ് കൊടുത്തുകൊണ്ടുള്ള പാരൻറ്റിങ്ങും ടോക്സിക് പാരൻറ്റിങ് ആണ്. അപ്പോൾ എന്താണ് റൈറ്റ് ആയിട്ടുള്ള പാരൻറ്റിങ്, ശരിയായ രീതിയിലുള്ള പാരൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ആ പ്ലാൻ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് കുട്ടിയിൽ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, നമുക്ക് ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നടപ്പാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇത്രയും കാര്യം
നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞതല്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ ഇനി എങ്ങനെ എനിക്ക് മികച്ച രീതിയിൽ എൻ്റെ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരാം എന്നുള്ളത് ആലോചിക്കുക. ആ ആലോചനയുടെ ഭാഗമായിട്ട് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം വീഡിയോകളിൽ നിന്നും എടുക്കുന്ന കാര്യങ്ങൾ പോലും, ഈ വീഡിയോകൾ പറയുന്ന കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ മാറ്റം പ്രാവർത്തികമാക്കി കൊണ്ടുവരാനും ശ്രമിക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ആ കുട്ടിയെ റിയാലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിലുള്ള പാരൻറ്റിങ് മെത്തേഡ് അല്ലെങ്കിൽ പാരൻറ്റിങ് രീതി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഒറ്റ വീഡിയോയിൽ തന്നെ ഇതെല്ലാം കൂടി പറയാനായിട്ട് സാധിക്കില്ല. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എന്താ പറയുന്നത്, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഇൻ ലോയെ കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയും പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ അല്ല. ഞാനും സമ്പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ ഞാൻ പറയുന്നതിലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലും നിങ്ങൾക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻസ് ആയിട്ട് ഇടുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അത് എഴുതുക. നമുക്ക് അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ തുറന്നുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.